الحمد لله رب العالمين الذي من علينا بإنزال هذا القرآن العظيم وجعل العمل به هو الوسيلة الكبرى إلى حلول دار النعيم ورتب على تلاوته الخير الكثير والفضل العميم وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الموصوف بالصفات الكاملة الفاضلة وإنك لعلى خلق عظيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل يومئذ للمكذبين. انطلقوا إلى ما كنتم به تكذبون. انطلقوا إلى ظل ذي ثلاث شعب لا ظليل ولا يغني من اللهب إنها ترمي بشرر كالقصر كأنه جمالة صفر. ويل يومئذ للمكذبين. هذا يوم لا ينطقون. هذا يوم لا ينطقون ولا يؤذن لهم فيعتذرون. ويل يومئذ للمكذبين. هذا يوم الفصل جمعناكم والأولين. هذا يوم الفصل جمعناكم والأولين. فإن كان لكم كيد فكيدون. ويل يومئذ للمكذبين. സ്നേഹ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ,
പ്രിയം നിറഞ്ഞ കുട്ടികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹ സഹോദരി സഹോദരങ്ങളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൽ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധയുണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനേറെ സന്തോഷവാനാണ് ചെമ്മാട്ടുകാരായ നിങ്ങളോടൊപ്പം ഇരുന്ന് അല്ലാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അല്പനേരം സംസാരിക്കാൻ അവസരം ലഭിച്ചു എന്നത്. വിശേഷിച്ച് ഖുർആനിനെ സംബന്ധിച്ചാണല്ലോ പറയാനുള്ളത് എന്നതാണ് സന്തോഷത്തിന് മാറ്റുകൂടുന്നത്. പക്ഷേ രാവിലെ മുതൽ നിങ്ങൾ ഈ ഇരിപ്പ് ഇരിക്കുകയാണ്. അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയാം. നിങ്ങൾ വല്ലാതെ മുഷിപ്പ് വരുമ്പം മെല്ലെ എഴുന്നേറ്റ് പോയാൽ മതി. എല്ലാവരും പോകുന്നത് കാണുമ്പോൾ ഞാനും ഇപ്പുറത്തൂടെ അങ്ങ് പോകും. അങ്ങനെ ചെയ്യാം. വിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങളിലായി ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിനാധാരമായ സകല കാര്യങ്ങളെയും ലളിതമായും സുന്ദരമായും സ്പഷ്ടമായും പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. പാരായണത്തിനും മനഃപ്പാഠമാക്കുന്നതിനും പ്രതിഫലം നൽകപ്പെടുന്നു എന്ന പോലെ അതോടൊപ്പം ചില പ്രത്യേക പുണ്യവും പ്രതിഫലങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സവിശേഷമായ ചില അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള മഹത് ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളെ പലപ്പോഴും നാം ഒക്കെ ആലോചിക്കാറുണ്ട്. അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയ നിഅമത്തുകൾ പരിശോധിക്കുമ്പോൾ നോക്കിക്കാണുമ്പോൾ ഒരു ഭാഗം മാത്രമാണ് പലപ്പോഴും. അത് തനിക്ക് നൽകപ്പെട്ട ശരീരവും ശരീരത്തിൻ്റെ ബാഹ്യ ആന്തര അവയവങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ സംഗതികളാണ് അനുഗ്രഹങ്ങളായി നാം ഒരു ഭാഗത്ത് കാണുന്നത്. മറ്റൊരു ഭാഗത്ത് ആകാശവും ഭൂമിയും അവയ്ക്കിടയിലുള്ളവയുമെല്ലാം അതിൽ നമുക്ക് വാസയോഗ്യമാക്കി തന്ന ഈ ഒരു അവസ്ഥ, ഭക്ഷണം, വായു ഇത്യാദി അനുഗ്രഹങ്ങളെയെല്ലാം നാം എണ്ണി കാണാറുണ്ട്. വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറ ഇബ്രാഹീമിലൂടെ വിശദീകരിക്കുന്ന, പറയുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണി നോക്കാൻ, തിട്ടപ്പെടുത്താൻ, എത്രയുണ്ടെന്ന് നോക്കാൻ ശ്രമിച്ചാൽ അത് ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അള്ള എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ, എത്രയുണ്ട് എന്ന് നോക്കി കണക്കാക്കാൻ സാധ്യമല്ലാത്തത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് എന്ന്. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളാണ് നാം ഇതുവരെ പറഞ്ഞ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ നിഅമത്തുകൾ. അതിലപ്പുറം ആത്യന്തികമായി നമുക്ക് ഈ ഗുണങ്ങളെല്ലാം, ഈ നിഅമത്തുകളെല്ലാം നൽകപ്പെട്ടതിലപ്പുറം ഏറ്റവും വലിയ ഒരു നിഅമത്തിനെ കുറിച്ച് പറയുന്നത്, ഏറ്റവും വലിയ ഒരു നിഅമത്ത് ഖുർആനിന്റെ ഉമ്മത്തായി ജനിക്കുവാൻ,
ഈ ഒരു ശുദ്ധ പ്രകൃതിയിൽ ജനിച്ചിടത്ത് നിന്ന് അതനുസരിച്ച് വളർന്നു പോകാനും കേൾക്കാനും പഠിക്കാനും ഉള്ള ഒരു അവസരം നൽകപ്പെട്ടു എന്നതാണ് അക്ബറു നിഅമ നമ്മെ സംബന്ധിച്ചിടത്തോളം. ഇപ്പറഞ്ഞ വിശുദ്ധ ഖുർആൻ എന്ന മഹഗ്രന്ഥം തൊട്ടറിയുവാൻ അന്വേഷിച്ച് ചെല്ലാതെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അത് കേട്ട് പഠിക്കാനുള്ള അവസരം ലഭിച്ച മഹാഭാഗ്യം, അതാണ് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നാം മനസ്സിലാക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ഖുർആനിനെ സംബന്ധിച്ച്. ഇന്ന ഹാദൽ ഖുർആന മഅ്ദുബത്തുല്ലാഹ്, തീർച്ചയായും ഈ ഖുർആൻ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള വിഭവമാണ്, സദ്യയാണ്, സൽക്കാരമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ സ്വീകരിക്കണം. മസ്തതഅതും, പരമാവധി നിങ്ങൾ അതിൽ നിന്ന് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അള്ളാന്റെ സൽക്കാരം, അതിനുത്തരം നൽകാൻ ശ്രമിക്കണമെന്നർത്ഥം. ഇന്ന ഹാദൽ ഖുർആന ഹബ്ലുല്ലാഹ് വന്നൂറുൽ മുബീൻ, തീർച്ചയായും ഇത് അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കയറ് തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ വഴി തെറ്റിപ്പോകാതിരിക്കാൻ, പ്രയാസം നേരിടാതിരിക്കാൻ സഹായിക്കുന്ന ഹബ്ലുല്ലാഹ് വന്നൂറുൽ മുബീൻ, സ്പഷ്ടമായ പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ. വശിഫാഉൻ നാഫിഅ, കൃത്യമായ ശമനവും അതുമൂലം ലഭിക്കുക ചെയ്യും. ഇസ്മത്തുൽ ലിമൻ തമസ്സക ബിഹി, അതിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് അത് വലിയ ഒരു സംരക്ഷണം തന്നെയാണ്. വനജാതുൽ ലിമൻ ഇത്തബഅ, അതിനെ പിൻപറ്റുന്ന, അനുധാവനം ചെയ്യുന്ന, അതിലുള്ളവ സ്വീകരിച്ച് ജീവിതത്തിന്റെ പ്രവൃത്തി പഥങ്ങളിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് എപ്പോഴും രക്ഷയായിരിക്കും, സമാധാനമായിരിക്കും ഉണ്ടാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അതൊന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലൂടെ അള്ളാഹു ആ വിഷയം ഒന്നുകൂടെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ത്വാഹ 123 മുതൽ 127 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു പ്രഖ്യാപിക്കുന്നത് നോക്കൂ നിങ്ങൾ. മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോ അവർക്ക് നൽകുന്ന ഒരു നിർദ്ദേശം, ഖാല ഇഹ്ബിതാ മിൻഹാ ജമീഅ, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളുക. ബഅ്ദുകും ലിബഅ്ദിൻ അദു, അവിടെ പരസ്പര ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ فإما يأتينكم مني هدى, നാം നിങ്ങൾക്ക് ഒരു വ്യക്തമായ സന്ദേശം, ഹുദ, നേർമാർഗദർശനം നൽകും. അത് പിൻപറ്റുന്നവർ ആരുണ്ടോ, ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ, ആ മാർഗദർശനം ആര് പിൻപറ്റുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വഴിപിഴച്ചു പോവുകയോ പ്രയാസപ്പെടേണ്ടി വരികയോ ചെയ്യില്ല. എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, ആരെങ്കിലും എന്റെ ഈ ദിക്റിൽ നിന്ന്, വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന്, അധ്യാപനങ്ങളിൽ നിന്ന് പിന്മാറിക്കളയുന്നുവോ എങ്കിൽ അവന് കുടുസായ ജീവിതമായിരിക്കും അനുഭവിക്കേണ്ടി വരിക. മാത്രമല്ല, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഖിയാമത്തിൽ അവരെ നാം ഒരുമിച്ച് കൂടുന്നത് അന്ധനായിട്ടായിരിക്കും. ഖാല റബ്ബി ലിമ ഹശർതനീ അഅ്മാ വഖദ് കുൻതു ബസീറാ,
അവിടെ വെച്ച് വിലപിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, എന്തേ എന്നെ ഇപ്പോൾ അന്ധനായി ഇവിടെ വിളിച്ചു ചേർത്തത്? അല്ലാഹു പറയുന്ന മറുപടി, ഖാല കദാലിക അതത്ക ആയാതുനാ വഖദ് നസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഖാല കദാലിക, സംഗതി ശരിയാണ്. അതത്ക ആയാതുനാ, നമ്മുടെ ആയത്തുകൾ നിന്റെ മുമ്പിൽ വന്നിരുന്നു. വിശുദ്ധ ഖുർആനാകുന്ന സന്ദേശം നിനക്ക് വന്നു കിട്ടിയിരുന്നു. നിനക്ക് സന്മാർഗം കാണിച്ചു തരാൻ കെൽപ്പുള്ള ഗ്രന്ഥം, നന്മയും തിന്മയും വ്യവച്ഛേദിച്ചു തരാൻ കെൽപ്പുള്ള ഒരു ഗ്രന്ഥം, സന്തോഷവാർത്ത ലഭിക്കുന്ന ഒരു ഗ്രന്ഥം, സമാധാന വഴി സുബുലസ്സലാം കാണിച്ചു തരാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം നിനക്ക് വന്നിരുന്നു. പക്ഷേ ഫനസീതഹാ, നീ അതിനെ മറന്നു, അഥവാ നീ അത് സ്വീകരിച്ചില്ല, നീ അതിനെ ഉൾക്കൊണ്ടില്ല, അത് പഠിക്കുകയോ പ്രാവർത്തികമാക്കുകയോ ചെയ്തില്ല. വകദാലികൽ യൗമ തുൻസാ, അതുകൊണ്ട് അപ്രകാരം തന്നെ നിന്റെ കാര്യം ഞാനും മറന്നു എന്ന്, അഥവാ നീ നിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല, നീ അന്ധനായി ഇവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ ആലോചിക്കുക, ഇത് എന്നോടും നിങ്ങളോടും പറയപ്പെടുന്ന ഒരവസ്ഥ. നാം അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷമം പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഖുർആനും നമ്മളും എന്ന വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ എന്നെയും നിങ്ങളെയും. ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ത് എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. കേവലം യാന്ത്രികമായ പാരായണത്തിലുപരി, കേവലം യാന്ത്രികമായ പാരായണത്തിലപ്പുറം ഹഖ്ഖ തിലാവതിഹി, ശരിയായ നിലക്ക് പാരായണം ചെയ്യുക, അതിൻ്റെ സാവകാശക്രമം പാലിച്ച് നിയമാനുസൃതമുള്ള പാരായണം, അതോടൊപ്പം ഫഹ്മുൽ മാന, അർത്ഥതലം, ആശയം എന്താണെന്ന് മനസ്സിലാക്കുക, അതിലപ്പുറം അമൽ ബിഹി, അതുകൊണ്ട് അമല് ചെയ്യുക. ഈ നിലക്ക് തിലാവത്ത്, പാരായണം സംശുദ്ധമാക്കുക, തെറ്റുകൂടാതെ ആയിരിക്കുക, അർത്ഥതലം എന്താണെന്ന് ധാരണയുണ്ടായിരിക്കുക, ആ ധാരണയുള്ള വചനങ്ങൾ, ആ ആശയതലങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അങ്ങനെയാകുമ്പോൾ ഏറെ പ്രശംസനീയമാണ്, പ്രതിഫലാർഹമാണ് എന്ന് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് കാണാൻ കഴിയും. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 121-ാം വചനത്തിൽ അല്ലാഹു ആ വിഷയത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളെയും ചേർത്ത് പറയുന്നുണ്ട്. അതിങ്ങനെ കാണാം, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, നാം അവർക്ക് നൽകിയ ഗ്രന്ഥം അത് യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, യത്ലൂനഹു എന്ന് തീർത്തില്ല, ഹഖ്ഖ തിലാവതിഹി, എങ്ങനെയാണോ അത് തിലാവത്ത് ചെയ്യേണ്ടത്, പാരായണം ചെയ്യേണ്ടത്, ആ വിധത്തിൽ അതിനെ പാരായണം ചെയ്യുന്ന, എന്നിട്ട് അതിനെ വിശ്വസിക്കുന്ന, അത് വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാവുള്ളൂ എന്ന, ഉലൈക യുഅ്മിനൂന ബി, കൃത്യമായി വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ല, ഇതെല്ലാം തള്ളി എങ്ങനെയുമാവാം എന്തുമാവാം എന്ന നിലപാടോടെ അതിനെ പഠിക്കുകയോ അതിനെ കൃത്യമായി പാരായണം ചെയ്യുകയോ ചെയ്യാത്ത ആളുകൾ കുഫ്റാണ് കാണിക്കുന്നത്, അവർക്ക് വലിയ നഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ബന്ധം ഒരു വശത്ത് നല്ല ബന്ധമുണ്ട്. ഖുർആനിൽ എത്ര അധ്യായങ്ങളാണുള്ളത്? 114 അധ്യായങ്ങൾ. എത്ര പേജിലാണ് ഇന്ന ഖുർആനുകളൊക്കെ ഉണ്ടാവുക? കൃത്യമായി പറയും. 604 606 നമ്പർ പറയാൻ കഴിയും. ഏറ്റവും വലിയ ആയത്ത് ഏതാണ്? ആയത്തുൽ ദൈനാണ്. ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ബഖറയിലെ അവസാനത്തിലാണ്. 28 അക്ഷരങ്ങളും ഉള്ള ആയത്തുകൾ എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. ഏതൊക്കെ സൂറത്തിലാ? നമ്മളത് കൃത്യമായി പറയും. ഇങ്ങനെ പറയാൻ നമുക്കറിയാം. അത് ഖുർആനിനെ സംബന്ധിച്ചുള്ള നല്ല ഒരു ബന്ധമാണ്. ഖുർആനിനോട് കാണിക്കേണ്ട നല്ല ഒരു ബന്ധം തന്നെയാണ്. എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കും. പക്ഷേ ഇൻഫോർമേറ്റീവായ ഇങ്ങനെയുള്ള ജ്ഞാനത്തിൽ മാത്രം നാം പലരും ഒതുങ്ങിപ്പോയി.
അതിലപ്പുറം ഏറ്റവും വലിയ ആയത്തായി ആയത്തുദ്ദൈൻ നൽകപ്പെട്ടത് എന്തിനായിരിക്കും എന്ന പരിശോധന നടത്തുമ്പോഴാണ് ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നത്. എന്തിനായിരിക്കും അള്ളാഹു ആയത്തുദ്ദൈന്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തൗഹീദ്. പക്ഷേ തൗഹീദ് പ്രതിപാദിക്കുന്ന വചനം ഇത്ര വലുപ്പമില്ല. എന്നാൽ ആയത്തുദ്ദൈൻ, കടമിടപാട് എന്ന ആയത്ത് എന്തേ ഇത്ര വലിയതാകാൻ, ഒരു പേജ് നിറച്ചുമുള്ള വലിയ ആയത്താകാനുള്ള കാരണം? അവിടെ പരിശോധന നടത്തി അതിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ, കടമിടപാടുകൾ അത് അത്രമേൽ പ്രധാനമാണ്, അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമായിരിക്കും എന്ന് ബോധ്യപ്പെടുന്നിടത്ത് ഞാനും നിങ്ങളും പലപ്പോഴും പരാജയപ്പെട്ടു. അവിടെയാണ് ഇന്ന് നിങ്ങൾ പറയുന്ന ഈ വിഷയത്തിന്റെ ടൈറ്റിൽ ഉള്ളത്. ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? അലാഖത്തുന ബിൽ ഖുർആൻ. അതിലപ്പുറം ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ തയ്യാറാവണം. വിശുദ്ധ ഖുർആൻ പഠിക്കണം, കൃത്യമായി പഠനം നടത്തണം. അവിടെയാണ് കാര്യം മനസ്സിലാകുന്നത്. കേവലമായ യാന്ത്രിക പാരായണത്തിൽ നിന്ന് ഒരു പരിധിവരെ കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ ഭാഷാ ജ്ഞാനമുണ്ടായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം എത്ര ശക്തമായ ആയത്ത് ഒരുപക്ഷെ 2ഉം 3ഉം തവണ ഓതിക്കേട്ടാലും പാരായണത്തിന്റെ ആസ്വാദനം അനുഭവിച്ച് അതിനോട് അടുക്കുക എന്നതിലപ്പുറം കാര്യം ബോധ്യപ്പെട്ട് അതിലേക്ക് ആഴ്ന്നിറങ്ങുന്ന, പെട്ടെന്ന് അതിലേക്ക് മാനസാന്തരം സംഭവിക്കുന്ന ഒരു ഘട്ടം വളരെ പരിമിതമാണ്. സ്വഹാബത്തിന് അല്ലെങ്കിൽ അറബികളായിരുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ആദ്യ തവണ ഓതിക്കേൾക്കുമ്പോൾ തന്നെ അത് അവരുടെ മനസ്സിൽ തറക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെയും നിങ്ങളുടെയും നിലവാരത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിനെ പഠനം നടത്തുക എന്നത് വായിച്ച് തിലാവത്ത് നടത്തി പോകുന്നതിലപ്പുറം അതിൻ്റെ അർത്ഥം, ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് പരിവർത്തനം, സ്വാധീനം സാധ്യമാകുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഖുർആൻ പഠനം അമലായി മാറി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. എന്തിനാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത്? ഞാൻ സൂറത്തുൽ അലഖ് പഠിച്ചിട്ട് ഇന്ന അമല് എന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഞാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് പഠിച്ചിട്ട് വായിച്ചു തീർത്തത് കൊണ്ട് എന്റെ സാമ്പത്തിക ഇടപാടിൽ ഇന്ന മാറ്റമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? നമസ്കാരത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വചനമുണ്ട്, ഞാൻ പഠിച്ചു, അതിൽ എന്റെ നമസ്കാരത്തിൽ മാറ്റമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? അപ്പോഴാണ് ഞാനും നിങ്ങളും അഥവാ നമ്മളും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. നമ്മൾ ആ നിലക്ക് വിശുദ്ധ ഖുർആനിനെ നമ്മളൊന്ന് ബന്ധപ്പെടുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ച മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ലിയഅമലു ബിഹി, അവർ അതുകൊണ്ട് അമല് ചെയ്യാൻ വേണ്ടിയാണ്. ഫത്തഖിദൂ ദിറാസതഹു അമലൻ, അതുകൊണ്ട് അതിന്റെ പഠനത്തെ നിങ്ങൾ അമലായി സ്വീകരിക്കണം. ഒരു ഹർഫ് വീണുപോയാൽ ഒരു അമല് വീണുപോയി എന്ന് വരെ നിങ്ങൾ കരുതണം. അതുകൊണ്ട് ഇന്ന അഹദകും ലയഖറഉൽ ഖുർആന മിൻ ഫാത്തിഹതിഹി ഇലാ ഖാതിമിഹി മാ യുസ്ഖിതു മിൻഹു ഹർഫൻ, നിങ്ങൾ അതിൽ നിന്ന് ഒരു ഹർഫ് ആദ്യാന്തം ഓതിപ്പോകുമ്പോൾ ഓരോ ഹർഫ് കൊഴിഞ്ഞു പോയാൽ അതിനർത്ഥം യുസ്ഖിതുൽ അമല ബിഹി, ഒരു അമല് കൊഴിഞ്ഞു പോകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ വായന, പഠനം എന്നത് അമലായി രൂപാന്തരപ്പെടുന്ന വിധത്തിലാകുമ്പോഴാണ് നമുക്ക് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം ശക്തമാകുന്നത്. ചരിത്രത്തിൽ പരിവർത്തനം സാധിച്ചതൊക്കെ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ എവിടെ നിന്നെങ്കിലും കേൾക്കുമ്പോൾ അതൊരാവർത്തി തുറന്നു നോക്കുകയും വായിച്ചു നോക്കുകയും ചെയ്യുമ്പോഴായിരുന്നു പരിവർത്തനങ്ങൾ സാധ്യമായിരുന്നത്. തൻ്റെ സഹോദരി ഫാത്തിമ ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോ അവിടേക്ക് ഓടിച്ചെല്ലുകയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ഹബ്ബാബ് അവിടെ നിന്ന് വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം പാരായണം ചെയ്യുന്നതായിരുന്നു. ഉമർ എന്ന ദാദയ്ക്ക് അന്നത്തെ അവസ്ഥയിലെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ദാദയായ ഉമറിന്റെ അനുഭവം അതാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ ആദ്യ വചനങ്ങൾ കേൾക്കുക. ത്വാഹ മാ അൻസൽനാ അലൈകൽ ഖുർആന ലിതശ്ഖാ
ഇല്ലാ തസ്കിറതൻ ലിമൻ യഖ്ശാ. ഈ വചനം അർത്ഥബോധത്തോടുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങുക. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. എന്നെയും നിങ്ങളെയും സ്വാധീനിക്കുകയാണെങ്കിൽ ഇത് മതി നമുക്ക്. ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് താങ്കൾക്ക് ഒരു പ്രയാസമുണ്ടാക്കാനല്ല. ഈ വിശുദ്ധ ഖുർആനിൽ ആദ്യാന്തം വായിച്ചു പോകുമ്പോൾ നിന്നോട് പറയുന്ന, നീ കാണുന്ന കേൾക്കുന്ന ഒരു നിർദ്ദേശവും വചനവും അരുതെന്ന് പറയലും ചെയ്യണമെന്ന് പറഞ്ഞതുമൊക്കെ നിനക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ്. നിനക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കുന്ന ഒരു വിധിയും ഇതിനകത്ത് കാണാൻ സാധ്യമല്ലല്ലോ. ഇല്ലാ തസ്കിറതൻ ലിമൻ യഖ്ശാ. ഭക്തമാകാൻ താല്പര്യമുള്ളവർക്ക് ഉത്ബോധനമായിട്ടാണ് ഈ വിശുദ്ധ വചനങ്ങൾ എന്ന്. നിനക്ക്